എന്തുകൊണ്ടാണ് മനുഷ്യൻ ഇപ്പോഴും ഇത്തരം ഗൂഢാലോചന സിദ്ധാന്തങ്ങളിൽ വിശ്വസിക്കുന്നത്? എന്തുകൊണ്ടാണ് ഇന്നും ഫ്ലാറ്റ് എർത്ത് പോലുള്ള സിദ്ധാന്തങ്ങൾ വലിയൊരു വിഭാഗം ആളുകൾക്കിടയിൽ പ്രചരിക്കുന്നത്? ഇതിന് പിന്നിൽ രസകരമായ ചില മനഃശാസ്ത്ര കാരണങ്ങളുണ്ട്. നമ്മുടെ തലച്ചോർ എപ്പോഴും സങ്കീർണമായ സത്യത്തെക്കാൾ ലളിതമായ കഥകളെയാണ് ഇഷ്ടപ്പെടുന്നത്. ശാസ്ത്രീയമായ വിശദീകരണങ്ങൾ മനസ്സിലാക്കാൻ പ്രയാസമാണ്, പക്ഷേ ഗവൺമെന്റ് നമ്മളെ പറ്റിക്കുകയാണെന്ന് വിശ്വസിക്കുന്നത് കൂടുതൽ ആവേശകരമായ ഒരു അനുഭവമാണ്. ഇതിനെ അപ്പോഫീനിയ എന്ന് വിളിക്കുന്നു. യാതൊരു ബന്ധവുമില്ലാത്ത കാര്യങ്ങളിൽ അർത്ഥമുള്ള പാറ്റേണുകൾ കണ്ടെത്താൻ നമ്മുടെ തലച്ചോർ ശ്രമിക്കും. ഫോട്ടോയിലെ ഒരു നിഴലിൽ കാണുന്ന ചെറിയ മാറ്റം പോലും വലിയൊരു രഹസ്യമായി നമുക്ക് തോന്നും. കൂടാതെ ലോകത്തിൽ ആർക്കും അറിയാത്ത ഒരു വലിയ സത്യം എനിക്കറിയാം എന്ന തോന്നൽ ഒരാൾക്ക് വലിയൊരു ആത്മവിശ്വാസം നൽകുന്നു. താൻ മറ്റുള്ളവരെക്കാൾ ബുദ്ധിമാനാണെന്ന തോന്നൽ ഇതുണ്ടാക്കുന്നു. വലിയ സ്ഥാപനങ്ങളോടും സർക്കാരുകളോടുമുള്ള വിശ്വാസമില്ലായ്മ കൂടി ചേരുമ്പോൾ ഇത്തരം ഗൂഢാലോചന സിദ്ധാന്തങ്ങൾക്ക് നല്ല വളക്കൂറുള്ള മണ്ണൊരുങ്ങുന്നു. അവർ തങ്ങൾക്ക് താല്പര്യമുള്ള തെളിവുകൾ മാത്രം സ്വീകരിക്കുകയും മറ്റുള്ളവയെ തള്ളിക്കളയുകയും ചെയ്യുന്നു. ഇതിനെ കൺഫർമേഷൻ ബയസ് എന്ന് വിളിക്കാം. ചന്ദ്രയാത്ര വ്യാജമായി തോന്നുന്നത് അത് കള്ളമായതുകൊണ്ടല്ല. സ്പേസ് എന്ന വിചിത്രമായ ലോകത്ത് കാര്യങ്ങൾ സംഭവിക്കുന്നത് നമ്മുടെ ഭൂമിയിലെ അനുഭവങ്ങൾ വെച്ച് അളക്കാൻ കഴിയില്ല എന്നതാണ് യാഥാർത്ഥ്യം. നമ്മൾ ഭൂമിയിൽ കാണുന്ന ലോകമല്ല അവിടെയുള്ളത്. അതുകൊണ്ട് തന്നെ റിയാലിറ്റി പലപ്പോഴും നമുക്ക് ഫേക്കായി തോന്നാം. യഥാർത്ഥത്തിൽ അപ്പോളോ ദൗത്യങ്ങൾ നടന്നു എന്നത് കേവലം അമേരിക്കയുടെ മാത്രം വിജയമല്ല, അത് മനുഷ്യന്റെ അറിവിനോടുള്ള അടങ്ങാത്ത ദാഹത്തിന്റെ വിജയമാണ്. വരാനിരിക്കുന്ന ആർട്ടമിസ് ദൗത്യങ്ങളിലൂടെ മനുഷ്യൻ വീണ്ടും ചന്ദ്രനിൽ ഇറങ്ങുമ്പോൾ ഈ സംശയങ്ങളെല്ലാം ചരിത്രത്തിന്റെ ചവറ്റുകുട്ടയിലേക്ക് മാറിയേക്കാം. പക്ഷെ അപ്പോഴും ചില മനുഷ്യർ ചോദിക്കും, ഭൂമി പരന്നല്ലേ ഇരിക്കുന്നത്? Welcome to Learn and Live It, where learning meets life.